മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെയും ആ മനുഷ്യന്റെ വരണ്ട കൈ കർത്താവ് സൗഖ്യമാക്കുന്നതിനെയും കുറിച്ച് വായിക്കുന്നുണ്ട്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കണ്ണ് കാണാൻ വയ്യ, അല്ലെങ്കിൽ കാലുകൊണ്ട് നടക്കാൻ വയ്യ, ഒരു വൈകല്യം നമുക്കുണ്ടെങ്കിൽ, നാം ആളുകൾ കൂടുന്ന സ്ഥലത്ത്, ഒരുപാട് പേർ കൂടി വരുന്ന ഒരു സ്ഥലത്തേക്ക് പോകുവാൻ മടിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരൾച്ചകൾ വരുമ്പോൾ, നാം ഇങ്ങനെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നവരാണോ? നാം സഭയിലേക്ക് കടന്നു ചെന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കൊതിക്കുന്നവരാണോ? ഇവിടെ ഈ മനുഷ്യന്റെ വരൾച്ച എന്ന് പറയുന്നത് അവന്റെ കൈ വരണ്ടുപോയിരുന്നു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് വരൾച്ചയുള്ളത്? വളരെ കാലമായി വിവാഹം കഴിഞ്ഞിട്ട് എന്നാൽ ഒരു കുഞ്ഞിനെ ലഭിക്കാതെ അതിൽ വരൾച്ച അനുഭവിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പണത്തിന്റെ കുറവുകൾ ഉള്ളതുകൊണ്ട്, പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, 4 പേർ കൂടുന്നിടത്ത് മാന്യമായി കടന്നു പോകാൻ, മാന്യതയോടെ ജീവിക്കുവാൻ മാർഗമില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ വരൾച്ച അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. നല്ല വിദ്യാഭ്യാസമില്ലാത്തതിന്റെ വരൾച്ച അനുഭവിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളതായ വരൾച്ചകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നതായ വളരെ മനോഹരമായ ഒരു കാര്യം, സന്തോഷം നൽകുന്നതായ ഒരു കാര്യം, ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. അവിടെ യേശു വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒന്നുമല്ല അവൻ കടന്നു വന്നത്. അവിടെ ചെന്നാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടുമല്ല അവൻ കടന്നു വന്നത്. എന്നാൽ തന്റെ കുറവുകളോടുകൂടി അവൻ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ജീവനുള്ള ദൈവം അവന്റെ കണ്ണുനീര് കണ്ടു, അവന്റെ കുറവുകളെ കണ്ടു. പ്രിയപ്പെട്ട സഹോദര, പ്രിയ സഹോദരി, നിന്റെ കുറവുകൾ കാണുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതെ, എത്രയധികം ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സദസ്സാണെങ്കിലും അവരുടെ എല്ലാം ഇടയിലൂടെ നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം വായിച്ചെറിഞ്ഞ് നിന്റെ അരികിലേക്ക് കടന്നു വരുന്ന നല്ലവനായ യേശു ഇന്നും ജീവിക്കുന്നു. ഇവിടെ ഈ മനുഷ്യന് ആവശ്യം അവന്റെ വരണ്ടുപോയ കൈ, ചുരുണ്ടുപോയ കൈ നിവരുക എന്നുള്ളതായിരുന്നു. ശബ്ദത്തിൽ അത് ചെയ്യുമോ എന്ന് കാണുവാൻ യഹൂദന്മാർ നോക്കിയിരുന്നു. എന്നാൽ കർത്താവ് ആരെയും നോക്കിയില്ല, മറ്റാരുടെയും മുഖഭാവം ശ്രദ്ധിച്ചില്ല. ആവശ്യക്കാരന്റെ മുൻപിൽ കരളലിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ആവശ്യക്കാരനായി കടന്നു വന്ന ആ വരണ്ട കൈയുള്ള മനുഷ്യനെ അവരുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി കൈ നീട്ടുക എന്ന് അവനോട് പറഞ്ഞു. അവൻ കൈ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, ആ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. യേശു ക്രിസ്തു ഉള്ളിടത്തേക്ക് കടന്നു വന്നാൽ, യേശുവിന്റെ വചനം ഉള്ളിടത്തേക്ക് കടന്നു വന്നാൽ, ആ വചനം നമ്മുടെ വരൾച്ചകളെ മാറ്റുവാൻ മതിയായതാണ്. നിന്റെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുന്ന, നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത നല്ലവനായ യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക.